നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28 തിങ്കളാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. വെള്ളിയാഴ്ചയും ഇന്ത്യൻ വിപണി ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും 1% അടുത്ത് ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പ് 1.61% ഇടിഞ്ഞത്. US മാർക്കറ്റുകളിലേക്ക് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും താരിഫുകൾ 15% കുറയ്ക്കാൻ സമ്മതിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച പറഞ്ഞു. ജപ്പാനോട് സമാനമായിട്ടുള്ള ഒരു താരിഫ് തന്നെയായിരിക്കും യൂറോപ്യൻ യൂണിയന് എന്നുള്ള വാർത്തകൾ കുറച്ചു ദിവസം മുൻപ് തന്നെ വന്നിരുന്നു. നേരത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് യൂറോപ്യൻ യൂണിയൻ. ഏതായാലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് നേട്ടത്തിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. S&P 500 0.44% നേട്ടത്തിലും ടെക് ഓഹരികൾ 0.55% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻ വെള്ളിയാഴ്ച മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,19,000 ട്രേഡ് ചെയ്യുന്നു. സ്പോട്ട് ഗോൾഡ് കഴിഞ്ഞ ദിവസം 0.9% ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 73,280 രൂപയാണ്. ഇനി ഓയിൽ പ്രൈസുകളിലേക്ക് വരാം. വെള്ളിയാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. US നിന്നും ചൈനയിൽ നിന്നുമുള്ള മോശം സാമ്പത്തിക വാർത്തകൾ എണ്ണ വിതരണം വർദ്ധിപ്പിക്കുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് നേട്ടത്തിലാണ്. 0.45% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളുടെയും എഡ്യൂക്കേഷൻ വ്യൂ നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തതായി പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ടുകളിലേക്ക്. ആദ്യം കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്. നെറ്റ് പ്രോഫിറ്റിൽ 47.5% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3,281 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 6.1% വർധനവ് രേഖപ്പെടുത്തി. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 108.8% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ബാങ്ക് ഓഫ് ബറോഡ എന്ന കമ്പനിയുടെ റിസൾട്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 1.9% വർധനവ് രേഖപ്പെടുത്തി. 4,541 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 1.4% ഇടിവ് വന്നിരിക്കുന്നു. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1,967 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1,010.7 കോടി രൂപയായിരുന്നു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 32% ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 462.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5.1% വർധനവ് വന്നിരിക്കുന്നു. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിലും വർധനവാണ്. 66.8% വർധനവ് രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ആണ്, CDSL. നെറ്റ് പ്രോഫിറ്റിൽ 23.7% ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 102.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.6% വർധനവ് രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് തന്നെയാണുള്ളത്. 41.2% വലിയ ഇടിവാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 288.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.7% വർധനവും രേഖപ്പെടുത്തി. 2,760 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ ഒരു കമ്പനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, സെയിൽ. നെറ്റ് പ്രോഫിറ്റിൽ 9 മടങ്ങിൻ്റെ വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 81.8 കോടി രൂപയിലായിരുന്നു കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത് 744.6 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 8% വർധനവ് രേഖപ്പെടുത്തി. 25,921 രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനി ഓറിയന്റ് സിമന്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 459.4% നല്ല വർധനമാണ് വന്നിരിക്കുന്നത്. 205.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 24.4% വർധനവ് രേഖപ്പെടുത്തി. 866.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ശോഭ ലിമിറ്റഡ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 125% വർധനവ് രേഖപ്പെടുത്തി. 13.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 33% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. അടുത്തത് ടാറ്റ കെമിക്കൽസ് ആണ്. 87% വർധനവ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിലുണ്ടായി. 252 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.8% ഇടിവാണ് വന്നിരിക്കുന്നത്. 3,719 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തത് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 35.5% വർധനവ് രേഖപ്പെടുത്തി. 118.9 കോടി രൂപയിലാണ്
ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 32.6% വർധനവും രേഖപ്പെടുത്തി. ഇയർ ഓൺ ഇയറിലാണ്. F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഇൻഡസിൻഡ് ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, ബജാജ് ഹെൽത്ത് കെയർ, കാർട്രേഡ് ടെക്, JK പേപ്പർ, KEC ഇന്റർനാഷണൽ, മസ്കോൺടോക് ഷിപ്പ് ബിൽഡേഴ്സ്, മദർസൺ സുമി വയറിംഗ്, നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെന്റ്, NTPC ഗ്രീൻ എനർജി, പിരാമൽ ഫാർമ, ക്യുസ്കോർപ്പ്, റെയിൽടെൽ, ടൊറൻ ഫാർമ, വിജയ ഡയഗ്നോസ്റ്റിക്, വാരി എനർജീസ് തുടങ്ങിയവയാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ കോഴ്സിൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ, അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS കഴിഞ്ഞ ആഴ്ചയും നെറ്റ് സെല്ലേഴ്സ് തന്നെയായിരുന്നു. FIS 1980 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2139 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. അടുത്തതായി ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.69% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.39% ഇടിവിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.29% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.34% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.18% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,833 8 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനൊക്കെയാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ആദ്യം 24,837 0.90% ഇടിഞ്ഞാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഒരു ഇടിവ് തന്നെയായിരുന്നു വെള്ളിയാഴ്ചയും ഉണ്ടായത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പ്രീവിയസ് സ്വിംഗ് ലോ ആയിട്ടുള്ള 24,882 ഇതോടെ ബ്രേക്ക് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്രൂഷ്യൽ ആവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു സോൺ വരുന്നത് 24,750 മുതൽ 24,812 വരെയുള്ള ആ ഒരു ഡിമാൻഡ് സോൺ തന്നെയാണ്. ഇതിനു മുൻപ് ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ അത് നമുക്ക് പോസിറ്റീവായി തന്നെ കാണാം. അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു ഇടിവാണ് വരുന്നതെങ്കിൽ ഈ സോണിൻ്റെ ലോവർ എൻഡ് ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും ഈ ആഴ്ചയിലെ ഒരു ക്യാൻഡിൽ, ഇനി വരാൻ പോകുന്ന ക്യാൻഡിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,800 സ്ട്രൈക്കിൽ 7% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ പക്ഷേ 512% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. അടുത്തത് 24,750 സ്ട്രൈക്കിൽ 62% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 994% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,850 സ്ട്രൈക്കിൽ 175% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 4,226% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെയാണ് നിൽക്കുന്നത് എന്ന് കാണാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റി 56,529 537 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചാനൽ പാറ്റേണിൻ്റെ ലോവർ എൻഡിൽ ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ഇപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയി തന്നെ ആക്ട് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയും അത് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തു. അവിടെ നിന്നുമാണ് ഒരു ഫോള് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഇനി ഈ ചാനൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി കോഷ്യസ് ആയിരിക്കണം. ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ലെവലുകൾ ഒന്നുകൂടി ഒന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.